നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് മകരമാസത്തെ നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1201 ആണ്ട് മകരമാസം 1 മുതൽ 29 വരെയും ഇംഗ്ലീഷ് വർഷം 2026 ജനുവരി മാസം 15 മുതൽ ഫെബ്രുവരി 12 വരെയുമുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. നിങ്ങൾക്ക് വേഴത്തിൻ്റെ സ്ഥിതി അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ കാര്യമായിട്ടുള്ള പരിശ്രമം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ ആദ്യമൊക്കെ അത് ശരിയായി വരണം എന്നില്ല. അപ്പോൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ നമുക്ക് കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഫെബ്രുവരി മാസം 3 ശേഷം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ, ലാഭങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ മേടരാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിലവിൽ ശനിബന്ധം ഉള്ളതിനാൽ ശനിപ്രീതിയും വേഴപ്രീതിയും ചെയ്യുന്നത് അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോഷഫലങ്ങൾ കുറച്ച് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴസ്ഥിതി അനുകൂലമാണ്. ധനസ്ഥാനത്താണ്. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ ചിന്താമണ്ഡലം എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് സഫലമാകും എന്ന് അർത്ഥം. അപ്പോൾ വേഴം ധനസ്ഥാനത്താണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്ത് പരീക്ഷയിൽ വിജയം, അങ്ങനെ വിവിധ മേഖലയിലുള്ളവർക്ക് ഏത് രംഗമായിരുന്നാലും, തൊഴിൽ രംഗം ഏതു തന്നെ ആയിരുന്നാലും അതിന് വിജയവും ധനാഗമനവും ദൈവാനുഗ്രഹവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ വേഴത്തെ ഒന്ന് പരിപോഷിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ കാലതാമസമൊന്നുമില്ലാതെ ഭാഗ്യം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇതിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചിട്ട് ഫെബ്രുവരി 3 ശേഷം നിങ്ങൾക്ക് തൊഴിൽപരമായ ലാഭം ഒന്നുകൂടി മെച്ചമാകുന്നതായി കാണുന്നു. ധനാഗമനം ഒക്കെ ഉണ്ടാകും. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാൽ. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അത് ഒരു ഭാഗ്യ അനുഭവമാണ്. എല്ലാവിധമായ ഭാഗ്യവും സിദ്ധിക്കുന്നതായി കാണുന്നു. യാത്രാ ഗുണം, വിദേശയാത്ര, പിന്നെ നമ്മൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങിയാൽ അത് സഫലമായി വരുന്നതായിട്ടും കാണുന്നു. പിന്നെ വിവാഹാദി കാര്യങ്ങൾ, വിവാഹം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സഫലമാകും. പിന്നെ വാഹന ലബ്ധി, പിന്നെ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ തന്നെ
ഈ വേഴത്തെ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ ഈ രാശിക്കാർക്ക് ശനിയുടെ ബന്ധം ഉണ്ട്. ആയതിനാൽ ശനിദേവനെ കൂടി ശനിയാഴ്ച പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ഈ സൂര്യൻ്റെ സ്ഥിതി നിങ്ങൾക്ക് ഈ മാസം സൂര്യൻ അഷ്ടമത്തിലാണ്, അത്രത്തോളം നല്ലതല്ല. അപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങൾ ചില അല്പം കാലതാമസമൊക്കെ എടുക്കും. പിന്നെ സഹോദരങ്ങൾക്കോ പിതാവിനോ രോഗസാധ്യതയും കാണുന്നു. അപ്പോൾ അതിനായിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ കാലതാമസം കൂടാതെ ഡോക്ടറെ കാണുക. പിന്നെ തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കർമ്മസ്ഥാനം, തൊഴിൽ സ്ഥാനം എന്ന് പറയും, അവിടെ ശനി നിൽക്കുന്നു. ആയതിനാൽ തൊഴിൽപരമായ എല്ലാ മേഖലയിലുള്ളവരും തൊഴിൽപരമായി അവരുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത വേണം. അതല്ലെങ്കിൽ തൊഴിൽ സ്ഥാനചലനം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ വേഴം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നല്ലതിന് വേണ്ടിയുള്ള മാറ്റവും ആകാം, ദോഷത്തിനായിട്ടല്ല. അതും കൂടി വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ മിഥുന രാശിക്കാർക്ക് വേഴപ്രീതി, ശനിപ്രീതി. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴം അനിഷ്ടസ്ഥാനത്ത് പോയി 12ലാണ്. എന്നാൽ 12 എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചില ചിലവുകൾ വരും. അത് നല്ല കാര്യത്തിന് ചിലവഴിക്കുന്നതും ആകാം. പിന്നെ മംഗളകരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ഉള്ള ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അപ്പോൾ വേഴത്തെക്കൊണ്ട് മോശമല്ല, ചിലവുകൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഈ സന്താനങ്ങളുടെ കാര്യം ഈ ചൊവ്വയെ കൊണ്ടുള്ള ഫലം വച്ചിട്ട് 50% നല്ല കാര്യങ്ങൾ അവർക്ക് നടക്കും. അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നല്ലതായിട്ട് വരുന്നതായിട്ട് കാണുന്നു. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ രാശിക്കാർക്ക് ഈ മാസത്തെ ഫലം വച്ചിട്ട് ഈ സ്നേഹബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഈ ബുധൻ്റെ യോഗം കൂടി ഉള്ളതിനാൽ ബുദ്ധിമോശം സംഭവിക്കാതെയും നോക്കണമെന്ന് ഒരു അറിയിപ്പുണ്ട്. അപ്പോൾ പൊതുവെ കർക്കിടക രാശിക്കാർക്ക് 50% ഗുണഫലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേതു നിൽക്കുന്ന രാശി വച്ചിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ഞായറാഴ്ചയും ഒക്കെ വിശേഷ പ്രാർത്ഥന നടത്തുന്നത് ഉത്തമമാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴസ്ഥിതി വളരെ നല്ല സ്ഥാനത്താണ്. അഭിഷ്ടസ്ഥാനം എന്ന് പറയും, ലാഭസ്ഥാനം. അപ്പോൾ അവിടെ വേഴം നിന്നുകൊണ്ട് നമുക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ക്രയവിക്രയങ്ങളും വിവാഹാദി കാര്യങ്ങൾ, അതായത് പൊതുവെ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ്. പിന്നെ വിദേശയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ,
ക്രയവിക്രയങ്ങൾ, അപ്പോൾ അതൊക്കെ തന്നെ വേഴത്തെ കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ ഫെബ്രുവരി 3 ശേഷം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. എന്താണെന്ന് വെച്ചാൽ, ഭാര്യ ഭർത്താക്കന്മാർ അവർ തമ്മിലോ അല്ലെങ്കിൽ ഇളയ സഹോദരങ്ങൾ മുഖേനയോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും നോക്കേണ്ടതാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിനായിട്ട് നാഗരാജപ്രീതി ചെയ്യണം. പിന്നെ വന്നിട്ട് ശിവപ്രീതി, ഇതാണ് ചെയ്യേണ്ടത്. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം എന്നിട്ട് കർമ്മസ്ഥാനത്താണ്. അപ്പോൾ നമ്മുടെ കർമ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള ശ്രദ്ധ വേണം, കൃത്യനിഷ്ഠ പാലിക്കണം എന്നാണ് കാണുന്നത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ജോലി ഏത് മേഖലയിലായിരുന്നാലും ജോലി സംബന്ധിച്ചുള്ള കൃത്യത പാലിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. അതല്ലെങ്കിൽ ചില സ്ഥാനചലനവും സൂചിപ്പിക്കുന്നു. സ്ഥാനചലനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ കണ്ടകശനിയുണ്ട്, അതൊന്ന്. പിന്നെ രണ്ടാമത് ഈ വേഴം കർമ്മസ്ഥാനത്താണ്. 10-ലെ വേഴം സൂചിപ്പിക്കുന്നത്, കർമ്മം എന്ന് പറഞ്ഞാൽ 10, അപ്പോൾ 10-ലെ വേഴം സൂചിപ്പിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങൾ ജാഗ്രത പാലിക്കുക, അല്ലെങ്കിൽ കൃത്യനിഷ്ഠ പാലിക്കുക, അല്ലെങ്കിൽ അതും നമ്മുടായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരെ നികത്തി കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യത. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. ഈ സ്ഥാനചലനം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും നല്ലതിന് വേണ്ടിയുള്ള മാറ്റവും ആകാം. അത് പറയുന്നത് വേഴം തന്നെയാണ്. പിന്നെ ഉള്ളത് ഈ ഗവൺമെൻറ് കാര്യങ്ങൾ അല്പ കാലതാമസമൊക്കെ നേരിടും. നിങ്ങളുടെ 12-ാം ഭാവാധിപൻ നിയമത്തിൻ്റേതായ ദേവൻ അല്ലെങ്കിൽ ഗ്രഹം സൂര്യൻ 5-ലാണ്, ശത്രുക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. അപ്പോൾ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ അല്പം കാലതാമസം നേരിടും. വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. കാലിനോ വയറിനോ ഒക്കെ രോഗസാധ്യതയും കാണുന്നു. അപ്പോൾ അതൊക്കെ കാലതാമസമില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ദൈവഹിതത്തിനായിട്ട് ശിവപ്രീതി, ശനിപ്രീതി, ഇതാണ് കന്നി രാശിക്കാർ ചെയ്യേണ്ടത്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് വേഴമുണ്ട്. സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ഭാഗ്യസ്ഥാനത്ത് അല്ലെങ്കിൽ പിതൃസ്ഥാനം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് പിതാവിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് സ്വത്ത് വകകൾ കിട്ടാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കിട്ടാനുള്ള തീരുമാനങ്ങളുമൊക്കെ ആകും. പിന്നെ യാത്രകൾ, പിന്നെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വിവാഹാദി കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. ഇത്രയൊക്കെ ഈ വേഴത്തെ കൊണ്ട് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് 5-ാം ഭാവം മനസ്സിൻ്റെ സ്ഥാനം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങളുടെ സ്ഥാനം. അവിടെ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ ചില നിരാശകൾ വന്നേക്കാം, പക്ഷേ അത് പരിഹരിക്കപ്പെടും.
വേഴം രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നു. ആയതിനാൽ നിങ്ങളുടെ മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സന്താനങ്ങളുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം. അപ്പോൾ അതൊക്കെയാണെങ്കിലും നിരാശപ്പെട്ടിരുന്നാലും അത് കാലതാമസം കൂടാതെ തന്നെ അത് പരിഹരിച്ച് നേരെയാകുന്നതായി കാണുന്നു. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ 15 നാഴിക, അനിഴം കേട്ട. നിങ്ങൾക്ക് നിലവിൽ വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. ചില ചിലവുകൾ വർദ്ധിക്കാനൊക്കെ സാധ്യത. അത് നല്ല കാര്യത്തിനും ആകാം, അല്ലെങ്കിൽ വാഹനം സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾക്ക് വേണ്ടിയാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാലും ഈ പാഴ് ചിലവുകൾ ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഫെബ്രുവരി 3 ശേഷം ശുഭകരമായി വരുന്നു മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ട്. പിന്നെ ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ കർമാധിപനായ സൂര്യൻ 3ലാണ് നിൽക്കുന്നത്. അത് ശുഭമാണ്. പിന്നെ സഹോദര ഗുണം ഒക്കെ കാണുന്നു. അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് ചില വിഷമതകളും എന്നാൽ ചില ഗുണങ്ങളും ഒക്കെ. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ മാസം നടക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് പരിഹരിക്കുന്നതിനായിട്ട് ദൈവഹിതം പറയുന്നത് വേഴപ്രീതി, വ്യാഴാഴ്ച. പിന്നെ വന്നിട്ട് ശനിപ്രീതി. നിങ്ങൾക്ക് 5 മനസ്സിൻ്റെ സ്ഥാനത്താണ് ശനി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില നിരാശയൊക്കെ ഉണ്ടായേക്കാം. എന്നാലും അത് പരിഹരിക്കാനുള്ള വഴി തെളിയും. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിവർത്തിസ്ഥാനത്തുണ്ട്. നിവർത്തിസ്ഥാനം, യാത്രാസ്ഥാനം, പിന്നെ വിവാഹസ്ഥാനം. വിവാഹാധികാര്യങ്ങൾ നടക്കാതിരുന്ന ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ക്രയവിക്രയങ്ങൾ, വിദേശ യാത്ര. അപ്പോൾ 7 നിൽക്കുന്നത് ഏറ്റവും നല്ല ഒരു അവസ്ഥ തന്നെയാണ്. കാര്യങ്ങളൊക്കെ മംഗളമാകും. അപ്പം നമ്മൾ നേരത്തെ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ ശ്രമിച്ചാൽ അത് സഫലമാകുമെന്ന് തന്നെയാണ് വേഴം കാണുന്നത്. ഏത് കാര്യമായിരുന്നാലും, ഗവൺമെൻറ് ജോലിയായിരുന്നാലും ശരി, ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനായാലും ശരി, എല്ലാവിധമായ കാര്യങ്ങൾക്കും ഇപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് കാണുന്നു. മംഗളകാര്യങ്ങളെല്ലാം തന്നെ നടക്കും. സന്താനഭാഗ്യം, സന്താനങ്ങൾ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് സന്താനഭാഗ്യം, പിന്നെ വിദ്യാർത്ഥികൾക്ക് വിജയം, ഇതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഉള്ളത് ഈ നിങ്ങൾക്ക് നിലവിൽ 4ലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശനി എന്ന് പറയും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ കാലതാമസമില്ലാതെ ഡോക്ടറെ കാണുന്നത് ഉചിതമാണ്. അതുപോലെ തന്നെ പിന്നെ ബന്ധുജന വിയോഗം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബന്ധുജനങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം, വിയോഗങ്ങളുണ്ടാകാം. അതിനൊക്കെയുള്ള സാധ്യതയാണ് ഈ 4ലെ ശനി നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ യാത്രയൊക്കെ വേഴത്തെ കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നിങ്ങളുടെ ഈ 4ാം ഭാവം യാത്രാസ്ഥാനം കൂടിയാണ്. അപ്പോൾ വാഹനം സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും മെയിൻ്റനൻസ് പണിയൊക്കെ ചെറുതായിട്ടൊക്കെ അത് ആരംഭിക്കുമ്പോൾ തന്നെ അത് വെച്ച് കാലതാമസമില്ലാതെ അത് ശരിയാക്കേണ്ടതാണ്. അപ്പോൾ ഇനി പറയുന്നത് മകരമാണ്. മകരരാശിക്കാർക്ക് വേഴം നിലവിൽ 6ലാണ്. 6 എന്ന് പറയുമ്പോൾ അത്രത്തോളം നല്ലതല്ല.
ദൈവാനുഗ്രഹം അല്പം മങ്ങി എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവാനുഗ്രഹം മങ്ങുമ്പോഴാണല്ലോ നമുക്ക് പല കാര്യങ്ങളും തലപൊക്കുന്നത്. അപ്പോൾ നിൽക്കുന്ന സ്ഥാനമെന്ന് പറയുമ്പോൾ വ്യാഴം 6-ാം ഭാവം, രോഗം, ശത്രു, കടം, ദുരിതം എന്നൊക്കെയാണ് പറയുന്നത് ജ്യോതിഷ ഭാഷയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഒരു ശ്രദ്ധയോടുകൂടി പോകണം എന്നാണ് കാണുന്നത്. ചിലവുകൾ ഒക്കെ അതുമൊക്കെ നിയന്ത്രിച്ചു പോവുക. ഇപ്പോൾ ഈ ക്രയവിക്രയങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയ സമയമൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് തിരിച്ച് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയമാണ് വ്യാഴം 6-ൽ നിന്നാൽ. അപ്പോൾ ഈ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഗുണം കാര്യമായിട്ടില്ല. എന്നാൽ ഫെബ്രുവരി 3-ന് ശേഷം നിങ്ങൾക്ക് സ്ത്രീകൾ മുഖേന ചില ലാഭങ്ങളുണ്ടാകുന്നു, ഗുണങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീകൾ മുഖേന ഗുണങ്ങൾ കിട്ടാനുള്ള സാധ്യത തെളിയുന്നു. പിന്നെ ഈ പിതൃധനമൊക്കെ കിട്ടാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടക്കും. പിന്നെ മാതൃവഴി, നിങ്ങളുടെ 4-ാം ഭാവാധിപൻ ഈ മാസം നിങ്ങളുടെ രാശിയിൽ കൂടി സഞ്ചരിക്കുന്നു. 4-ാം ഭാവാധിപനും ലാഭാധിപനുമായ ഭൂമികാരകനുമായിട്ടുള്ള ചൊവ്വ നിങ്ങൾക്ക് രാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ മാതൃവഴി സ്വത്തുക്കൾ അല്ലെങ്കിൽ വസ്തുവകകൾ അല്ലെങ്കിൽ ധനം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടാനുള്ള സാധ്യത തെളിയുന്നതായി കാണുന്നു. അപ്പോൾ ഈ വ്യാഴത്തെ കൊണ്ട് മോശഫലം പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് മാസം, അതായത് ഫെബ്രുവരി മാസത്തിൻ്റെ ഏകദേശം പകുതി ആകുമ്പോൾ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വ്യാഴത്തെ പരിപോഷിപ്പിക്കുക. എന്തെങ്കിലും കാലതാമസമില്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, നിങ്ങൾക്ക് ഈ പ്രവൃത്തി സ്ഥാനത്ത് രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയൊക്കെ തെളിയും. എന്നാൽ 2-ൽ രാഹു ഉണ്ട്. അവിടെ ഇനിയിപ്പോൾ ഈ ശുക്രൻ്റെ യോഗവും കൂടി വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുമായിട്ട് നമുക്ക് ഗുണങ്ങൾ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നാഗരാജപ്രീതി കൂടി മകരരാശിക്കാർ ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ ഈ മകരരാശിയിലുള്ള നക്ഷത്രം പറഞ്ഞില്ല. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 1/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി 1/4 ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 5-ലാണ് നിലകൊള്ളുന്നത്. 5 എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹസ്ഥാനം, സന്താനഭാവം ഒക്കെയാണ്. അപ്പോൾ സന്താനങ്ങൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നു. പിന്നെ എല്ലാവിധമായ ഭാഗ്യങ്ങളും തെളിയുന്നു. ക്രയവിക്രയങ്ങൾ, പിന്നെ നേരത്തെ നടക്കാതിരുന്ന കാര്യങ്ങൾ, അത് ഭൂമി സംബന്ധിച്ചായാലും മറ്റുള്ള കാര്യങ്ങൾ, മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത ഈ വ്യാഴം സൂചിപ്പിക്കുന്നു. ഈ ഭാഗ്യം വ്യാഴത്തെ കൊണ്ട് ഉണ്ട്. എന്നാൽ ഈ ഫെബ്രുവരി 3-ന് ശേഷം ഈ പറയുന്ന ഭാഗ്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാവുന്നതാണ്. മാതൃപിതൃ സ്വത്തുക്കൾ കിട്ടാനുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ
പുരോഗമനം ഉണ്ടാകും. ക്രയവിക്രയങ്ങൾ നടക്കും. അപ്പോൾ കുംഭരാശിക്കാർ ഈ രാശിയിൽ രാഹു നില ഉണ്ട്, അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യണം. പിന്നെ വന്നിട്ട് നിങ്ങളുടെ രാശിയിലോട്ട് ഇനി വരാൻ പോകുന്നത് ഫെബ്രുവരി 3 ശേഷം നിങ്ങളുടെ 4-ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ശുക്രൻ, അതായത് ലക്ഷ്മി ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിരാശകളൊക്കെ മാറാൻ പോകുന്നു. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. വ്യാഴം 4-ലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം ഭാവം മാതൃസ്ഥാനം, വാഹനസ്ഥാനം, ബന്ധുജനങ്ങൾ, കൂട്ടുകാർ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത് മോശം ഫലമല്ല. ആ വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ 50% ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വ്യാഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് നിലവിൽ ജന്മശനി കാലമാണ്. ആയതിനാൽ ചില കാര്യങ്ങൾ കാലതാമസം കൊണ്ട് ആണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിൻ്റെ നിൽപ്പ് ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ സാധിക്കും. എന്നാലും 50% കാര്യങ്ങൾ സഫലമാകും. ഈ മാസത്തെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി വച്ചിട്ട് സഹോദര ഗുണം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നു. പിന്നെ ദേവാലയ ദർശനം, ഈ വ്യാഴം 4-ലെ വ്യാഴം ദേവാലയ ദർശനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. വിദ്യാർത്ഥികൾക്ക് വിജയം. അപ്പോൾ ഇതൊക്കെ തന്നെ നല്ല ഫലങ്ങളാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലമാണ് മീനരാശിക്കാർക്കുള്ളത്. അപ്പോൾ ഈ ഫെബ്രുവരി 3 ശേഷം നിങ്ങൾക്ക് ഇളയ സഹോദരങ്ങൾക്ക് അത്രത്തോളം ശുഭകരമല്ല. ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ ഈ മീനരാശിക്കാരെ സംബന്ധിച്ച് ശനിയാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. അപ്പം കൂടുതൽ ദോഷങ്ങളില്ലാതെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോയുടെ ദൈർഘ്യം ശകലം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രായഭേദമന്യേ ഓരോരുത്തർക്കും നടക്കുന്ന ദിശയും പിന്നെ അപഹാരവും പിന്നെ ഛിദ്രവും ഒക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് ഏതാണ് ഇപ്പോൾ നടക്കുന്ന ദശ? നമുക്ക് ഈ ഗുണഫലങ്ങൾ പറഞ്ഞ രാശിക്കാർക്ക് ചില ഇപ്പോഴത്തെ ദശയോ അപഹാരമോ ഒക്കെ മോശമായാൽ ആ ഗുണഫലം നമുക്ക് കൂടുതലായി കിട്ടത്തില്ല. എന്നാൽ കിട്ടാതിരിക്കില്ല, കിട്ടും. അതിൽ ചെറിയ മങ്ങൽ വരും. അതാണ്. അതുപോലെ തന്നെ
ദോഷഫലം പറഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശയോ അപഹാരമോ നല്ലതാണെങ്കിൽ ആ ദോഷഫലം കാര്യമായി കേൾക്കത്തില്ല. എന്നാൽ നമ്മുടെ ഈ വേഴത്തിൻ്റെ സ്ഥിതി ഇപ്പം നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ വേഴത്തെ കൊണ്ട് മോശം ഫലം പറഞ്ഞു, നമ്മുടെ ജാതകത്തിൽ വേഴം നല്ല സ്ഥാനത്താണ് നിൽക്കുന്നുവെങ്കിൽ അതിന് നമുക്ക് ദോഷഫലം വരണമെന്നില്ല. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരം അങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.